ആയത്തുൽ കുർസി ആയത്തുൽ കുർസി എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ആയത്ത് പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ ഉണ്ട്. പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വളരെ വളരെ വളരെയേറെ മഹത്വമുള്ള ആയത്താണ് ആയത്തുൽ കുർസി. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ മഹത്വങ്ങൾ ധാരാളമായി വിശദീകരിച്ചിട്ടുണ്ട്. മൻ ഖറഅ ആയത്തുൽ കുർസി ദുബറ കുല്ലി സ്വലാത്തിൻ മക്തൂബത്തിൻ ലം യംനഉഹു ദുഖൂലുൽ ജന്ന ഇല്ലൽ മൗത്ത് എന്നൊരു ഹദീസ് ആയത്തുൽ കുർസിയെ കുറിച്ച് കാണാൻ കഴിയും. ആരെങ്കിലും ആയത്തുൽ കുർസി പതിവായി 5 വഖ്ത് നിസ്കാര ശേഷം ഓതിയാൽ, 5 വഖ്ത് നിസ്കാര ശേഷം അവൻ ഓതൽ പതിവാക്കിയാൽ അവനിക്ക് സ്വർഗത്തിൽ കടക്കുന്നതിന് തടസ്സമില്ല, ഇല്ലൽ മൗത്ത്, മരണം ഒഴികെ, മരണം അല്ലാതെ അവൻ സ്വർഗത്തിൽ കിടക്കും എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇത് എല്ലാ നിസ്കാര ശേഷവും ഓതിയാൽ, അതുപോലെ എല്ലാ വാങ്കിൻ്റെ ശേഷവും എന്നും ഉണ്ട്. ആയത്തുൽ കുർസി അതിന് മാത്രമല്ല, നമ്മുടെ ഭൗതികപരമായ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് ആയത്തുൽ കുർസി എന്ന് പറയുന്ന ഈ വളരെ വളരെ പ്രധാനപ്പെട്ട ആയത്ത്. പ്രസവിക്കാൻ അടുത്തിട്ടുള്ള ഒരു സ്ത്രീ, പ്രസവ വേദന വരുന്നില്ല, ഡോക്ടർമാർ മറ്റുമൊക്കെ സമയമായി എന്ന് പറഞ്ഞിട്ടുണ്ട്, പ്രസവ വേദന വരുന്നില്ല, പ്രസവത്തിൻ്റെ സമയമായി, പ്രസവിക്കുന്നില്ല. ആ പെൺകുട്ടിക്ക് വേണ്ടി എളുപ്പത്തിൽ പ്രസവിക്കാൻ അവളുടെ അടുത്ത് 41 ആയത്തുൽ കുർസി ഓതിയാൽ, അത് തുടങ്ങി 41 പൂർത്തിയാകുന്നതിന് മുൻപ് അവൾ സമയമായിട്ടുണ്ട് എന്ന് ഡോക്ടർമാർ പറഞ്ഞു, പ്രസവവേദന വരുന്നില്ല, അങ്ങനെയുള്ള സ്ത്രീയാണെങ്കിൽ ഇതിൻ്റെ ഇടയിൽ പ്രസവവേദന വന്ന് അവൾ പ്രസവിച്ചിരിക്കും എന്ന് മഹാന്മാർ നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട്. ഒരാൾക്ക് ഏത് വഴിയും തുറക്കുന്നില്ല, അയാളുടെ ഖൈറിൻ്റെ വഴികൾ തുറക്കുന്നില്ല, എവിടെയും പരാജയമാണ്. അയാൾ എണ്ണം വെച്ചുകൊണ്ട് ആയത്തുൽ കുർസി പാരായണം ചെയ്തുകൊണ്ടേ ഇരുന്നാൽ അയാളുടെ ഏത് അടഞ്ഞ വഴികളും അദ്ദേഹത്തിന് തുറന്നു കൊടുക്കും. രോഗം മാറണം എന്നാഗ്രഹിച്ചു ചൊല്ലിയാൽ അവരുടെ രോഗം മാറും. ഒരു നിശ്ചിത എണ്ണം നമുക്കിഷ്ടമുള്ളത്ര, അതിൽ 41 അത്രയും മോദിയാൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് ആയത്തുൽ കുർസി എന്നുള്ളത്. ഓരോ ഹർഫിന് പ്രതിഫലം ലഭിക്കുന്നു എന്നത് അത് ഖുർആനിൻ്റെ ഒരു മഹത്വമാണ്. അത് മറ്റൊരു വിഷയമാണ്. അതേതായാലും ലഭിക്കുന്നതാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.